ഹായ് ഹലോ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് 32 ബെസ്റ്റ് സൈസുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ. അതിനുവേണ്ടി ലൈനിങ് ഞാൻ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം 15.5 ഇഞ്ച് നീളമാണ് നമ്മൾ ബ്ലൗസിന് എടുക്കുന്നത്. അതായത് ടോട്ടൽ എനിക്ക് വേണ്ട നീളം എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ്. ആ 13.5 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇടും എപ്പോഴും. അപ്പോൾ ആ 2 ഇഞ്ച് എക്സ്ട്രായും കൂടെ ചേർത്ത് 15.5 ഇഞ്ച് നീളവും പിന്നെ വീതി ഞാൻ എടുത്തേക്കണം 10.5 ഇഞ്ച് വീതിയുമാണ് കേട്ടോ. അപ്പോൾ 10.5 ഇഞ്ച് വീതി എടുത്ത് ഞാൻ അടയാളപ്പെടുത്തി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡറിന് വേണ്ടിയിട്ട് ഞാൻ 5.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതങ്ങനെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് താഴത്തേക്ക് നമ്മൾ ആം ഹോളിനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് 6.5 ഇഞ്ച് താഴത്തേക്ക് നീളത്തിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ബാലൻസ് വരുന്ന പോർഷൻ നമ്മൾ എൽ ഷേപ്പിൽ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിംഗ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോളൊന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് ആ മൂലയിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് കെർവ് വരച്ചെടുക്കുകയാണ് ആ 1 ഇഞ്ച് ചേർത്ത്. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഈ ആം ഹോളിൻ്റെ മാർക്കിങ്ങിൽ കൂടി നമുക്ക് വെട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ആം ഹോള് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കും. അതായത് ഫ്രണ്ടും ബാക്കും നമ്മുടെ മാർക്കിംഗ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള കട്ടിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. മെയിൻ ക്ലോത്തിന് വേണ്ടിയിട്ട് നമ്മൾ 4ആയിട്ട് ആ തുണി മടക്കിയെടുത്ത് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ 4ആയിട്ട് മടക്കിയെടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് എങ്ങനെയാണോ മാർക്ക് ചെയ്തത് സെയിം പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. 15.5 ഇഞ്ച് നീളം, 10.5 ഇഞ്ച് വീതി, നമ്മൾ ആം ഹോള് അതുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കണേ. നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അത് തന്നെ റിപ്പീറ്റ് നമ്മൾ ചെയ്ത അത്രയും പോർഷൻ വരെ ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെ ഞാൻ ആദ്യം തന്നെ ആ തുണി അങ്ങോട്ട് ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത് 15.5 ഇഞ്ച് നീളമാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ ഓൾറെഡി മാർക്ക് ചെയ്ത് നേരത്തെ വെച്ചിരുന്നത് പോലെ തന്നെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആം ഹോള് 6.5 ഇഞ്ച്. കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഒന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴത്തേനും ആ ഒരു കൺഫ്യൂഷനൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 32 ഇഞ്ച് ബെസ്റ്റ് സൈസുള്ള ബ്ലൗസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുകയാണ്. ആം ഹോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും സെയിം ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആം ഹോൾ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കത് ആ പോർഷൻ മാറ്റി വെക്കാം. ബാക്ക് സൈഡ് ആദ്യം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനാണ്. അവിടെയാണ് നമുക്ക് പ്രിൻസസ് ലൈനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 2.5 ഇഞ്ചല്ല നമ്മൾ എടുക്കേണ്ടത് 2.25 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2.25 ഇഞ്ച് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇവിടെ ഞാൻ 2.5 ഇഞ്ച് എനിക്ക് കുറഞ്ഞു പോയതായിട്ട് പിന്നീട് തോന്നി. അപ്പോൾ നിങ്ങൾ 2.25 ഇഞ്ച് കൃത്യം നോക്കിക്കോണം. 2.25 ഇഞ്ച് അങ്ങനെ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ 3 ഇഞ്ച് എന്നുള്ള സംഭവം നമ്മൾ വെക്കണം. ആ 1 2 3 എന്നുള്ള ആ സാധനം നമ്മൾ അവിടെ വെച്ച് അടയാളപ്പെടുത്തി എടുക്കണേ. 1 2 3 ഞാൻ ഓൾറെഡി നേരത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 2.25 അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം ആ അടയാളപ്പെടുത്തിയെടുത്ത് കൊണ്ടുപോകും നമ്മൾ 3 എന്നുള്ളത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 1 2 3 നമ്മൾ അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 1 2 3 അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം നമ്മളിനി നമ്മുടെ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നതിൽ നിങ്ങൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2.25 ഇഞ്ചാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഇതിൽ നമ്മൾ 2.25 ഇഞ്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിത് ബെസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ബെസ്റ്റ് പോയിന്റ് 10 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നോർമലി മിക്കവാറും ആൾക്കാർക്ക് 10 ഇഞ്ചായിരിക്കും കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു പോർഷനിലെ വീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ വീതി എത്രയാണെന്ന് നമുക്കിത് ഇപ്പോൾ കാണാൻ പറ്റും. നമ്മൾ ഏറ്റവും താഴെ ഒരു 3 ഡോട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ 3 ഡോട്ടിലെ സെൻറ്റർ പോർഷൻ കണ്ടില്ലേ, ആ സെൻറ്റർ പോർഷനിലേക്കാണ് ഞാൻ യോജിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ സെൻറ്റർ പോർഷനിൽ നമുക്ക് എത്ര വീതിയാണോ കിട്ടുന്നത്, ഞാനിപ്പം 2.25 താഴെ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 3.25 ആയിരിക്കും താഴത്തെ ആ ഒരു വീതി വരുന്നത്. ആ 3.25 ഇഞ്ചായിരിക്കും നമുക്ക് മേളിൽ ആ പോർഷനിലും വരുന്നത് കേട്ടോ. അപ്പോൾ 3.25 ഇഞ്ചാണ് അവിടുത്തെ ഡിഫറൻസ് വരുന്നത്.
നിങ്ങൾക്ക് സംശയമില്ലെന്ന് വിചാരിക്കുന്നു. 3.25 ഇഞ്ച്. ആ 3.25 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴത്തെ സെൻറ്റർ പോർഷനിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡിലോട്ടുള്ള 2 ഡോട്ടിലോട്ടും കൂടി അത് വരച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ആം ഹോളിൻ്റെ അവിടുത്തെ മാർക്കിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡറിൽ നിന്ന് നമ്മൾ ടേപ്പ് കൊണ്ട് അളന്ന് നോക്കണം. അത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി എടുക്കുകയാണ് ഷോൾഡറിൽ നിന്ന്. അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ബസ്റ്റ് പോയിന്റ് 10 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, 3.25 ഇഞ്ച് വീതി. അപ്പോൾ ആ പോയിന്റിലേക്ക് നമ്മളിത് ഇതുപോലെ ആ ഒരു കർവ്, ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് ചേർത്തെടുത്തേക്കുവാണ് കേട്ടോ. ആ വരച്ചെടുത്ത് ചേർത്തേക്കുന്നതിൻ്റെ മീതെ കൂടി നമ്മളിത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ അത്രയും പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രിൻസസ് ലൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മനസ്സിലായല്ലോ, ഇത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിലുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. മറ്റേ ഇത് ഡാട്ട് നമുക്ക് പിടിക്കാനായിട്ടുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻസസ് ലൈൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നെക്ക് മാർക്ക് ചെയ്യാൻ മറന്നുപോയി. നമ്മളിത് കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നെക്കും മാർക്ക് ചെയ്ത് ഞാൻ വെക്കാറുണ്ട്. ഇപ്പം ഞാൻ വിട്ടുപോയിട്ടാണത്. അപ്പോൾ അതെ നമ്മൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 3 ഇഞ്ച് വീതിയാണ് ഞാൻ കഴുത്തിനെടുക്കുന്നത്. 3 ഇഞ്ച് വീതിയും താഴത്തേക്ക് 5.5 ഇഞ്ച് വീതിയുമാണ് നീളവുമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ കഴുത്തിൻ്റെ നീളവും വീതിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാർക്ക് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് എന്തോരം ഇറക്കം താഴത്തേക്ക് വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇറക്കം, വൃത്തികേടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇറക്കം എടുക്കാവുന്നതാണ്. സോറി, ഞാൻ 5.5 അല്ല 6 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 6 ഇഞ്ച് നീളം ഞാൻ എടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് നീളം എടുത്തതിന് ശേഷം കർവ് ചെയ്ത് ഞാൻ വരച്ചു കൊടുക്കുവാണേ. അങ്ങനെ നമുക്ക് ടോട്ടൽ ലെങ്ത് ശരിക്കും വേണ്ടത് 6.5 ഇഞ്ചാണ്. നമുക്ക് തയ്യൽ തുമ്പെല്ലാം പോയി കഴിയാൻ നേരത്ത് നമുക്ക് 6.5 ഇഞ്ച് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ അതെ നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടിൽ കൂടി തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രിൻസസ് ലൈനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുവാണ്. ബാക്ക് പോർഷൻ നമ്മൾ 2 ഇഞ്ച് കുറച്ച്, ഈ സൈഡിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് വെട്ടണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാർട്ട് പിടിക്കാനായിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിലത്തെ പ്രിൻസസ് ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് നമ്മൾ 2 ഇഞ്ചാണ് വെട്ടിക്കളഞ്ഞേക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് നമ്മൾ കുറച്ച് വെട്ടണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് നെക്ക് എൻ്റെത് കുറച്ച് കയറിയ കഴുത്താണ് നമ്മൾ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണം. അതുകൊണ്ട് തന്നെ 3 ഇഞ്ച് വീതി ഫ്രണ്ടിലെ പോലെ തന്നെ എടുത്തതിന് ശേഷം താഴത്തേക്ക് ഞാൻ ഒരു 3.5 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മൾ ഫുൾ സ്ലീവൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു ബ്ലൗസാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ നമ്മൾ അധികം ഇറക്കുന്നില്ല. അങ്ങനെ നമ്മളുടെ 3 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് നീളത്തിൽ താഴത്തേക്കും ഒരു ബോക്സ് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം ഒരു കർവും കൂടെ വരച്ചു കൊടുത്ത് നമ്മൾ യു നെക്കായിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിൽ നമ്മൾ ഓൾറെഡി നേരത്തെ വരച്ച് വെച്ചിരുന്ന ആ ഒരു പോർഷനും കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊന്ന് സെൻറ്ററിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ബാക്കിലാണ് ഹുക്കും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ലൈനിങ് വെച്ച് നോക്കുവാണ്. ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ് നമ്മൾ ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുവാണേ. നമ്മൾ മെയിൻ ക്ലോത്ത് എങ്ങനെയാണോ വെട്ടിയെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ലൈനിങ് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എക്സ്ട്രാ പോർഷൻ, അതായത് ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ പോർഷനൊക്കെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ബാക്കാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിൻ്റെ ലൈനിങ് പോർഷൻ എടുത്തിട്ടതിന് ശേഷം ബാക്ക് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ പോർഷൻ നമ്മളിപ്പോൾ കട്ട് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാതിരിക്കാൻ നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിത് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുവാണേ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അത് ഈ ലൈനിങ്ങിൻ്റെ മേളിലേക്ക് ഇട്ടതിന് ശേഷം അങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. കണ്ടോ, നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതെന്ന് കേട്ടോ. പിന്നെ വിഷ്വൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയും ഞാൻ പറയുന്നതും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ അത് നമ്മൾ ലൈനിങ്ങും കൂടി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ സെയിം മെയിൻ ക്ലോത്ത് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ. പിന്നെ ഇത് നമ്മൾ 4 തുണി മെയിൻ ക്ലോത്ത് ഒന്നും കൂടി മടക്കിയെടുത്ത് ബാലൻസ് തുണി നമ്മൾ ഒന്നും കൂടെ മടക്കിയെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ 10.5 ഇഞ്ച് വീതിയാണ് വരുന്നത്. തുണി 4 മടക്കിയിട്ടതിന് ശേഷം 10.5 ഇഞ്ച് വീതി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിത് ഫുൾ സ്ലീവിന് വേണ്ടിയിട്ട്, ഫുൾ സ്ലീവ് മാത്രമല്ല കുറച്ച് ചുരുക്കും കൂടി ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ചുരുക്കും കൂടി ഇട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് 29 ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത്. കുറച്ച് ചുരുക്കും കൂടെ ഞാൻ ഒന്ന് പിടിച്ച് നോക്കുകയാണ്. ചുരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആ തുണിയെന്നൊന്ന് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് 29 ഇഞ്ച് നീളമാണ് സ്ലീവിന് നമ്മൾ എടുക്കുന്നത്. കുറച്ച് ചുരുക്കും കൂടെ വരുന്നത് കൊണ്ടാണ്.
അപ്പോൾ അത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. 29 ഇഞ്ച് 10.5 ഇഞ്ച് വീതിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മാക്സിമം അത്ര കിട്ടത്തുള്ളൂ. അങ്ങനെ 10.5 ഇഞ്ച്. അപ്പോൾ നിങ്ങൾ 10.5 ഇഞ്ച് വീതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 10.5 ഇഞ്ച് വീതി എടുത്തതിന് ശേഷം താഴത്തേക്ക് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് നോർമൽ സ്ലീവാണ്, നമ്മൾ പഫ് സ്ലീവും കാര്യങ്ങളൊന്നുമില്ല. നോർമൽ സ്ലീവിൻ്റെ കട്ടിങ് ഇങ്ങനെയാണ് വരുന്നത്. 4 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ലീവ് വരച്ചു കൊടുക്കണം. ഈ ഒരു പ്രത്യേക ഷേപ്പ്, ഈ ഷേപ്പിൻ്റെ പേര് പറയാൻ എനിക്കറിയത്തില്ല, ഈ ഒരു പ്രത്യേക ഷേപ്പിൽ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ എങ്ങനെയാണോ വരച്ചെടുത്താൽ അതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴത്തെ പോർഷനിൽ ഞാൻ 5 ഇഞ്ച് വീതിയേ എടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്ത് അധികം ചുരുങ്ങി കിടക്കുന്ന നമ്മുടെ കൈയുടെ ഏറ്റവും കൈത്തണ്ടയുടെ ഭാഗത്ത് വീതി കുറവാണല്ലോ. അപ്പോൾ നമുക്ക് 5 ഇഞ്ചൊക്കെ മാക്സിമം മതി, അതും കൂടുതലാണ്. ഞാൻ അത് ഇപ്പം കട്ട് ചെയ്യുമ്പം ഈ ഒരു അളവിനാണ് എടുക്കുന്നത്. ആൾ വന്ന് ഇട്ട് നോക്കി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്ലൗസാണിത്. അപ്പോൾ ഞാൻ അപ്പോഴേ ഓൾട്രേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുള്ളൂ, ബാക്കി വേണ്ടതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് എടുക്കുന്നത്, ഇങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനത്തെ നമ്മൾ മാർക്ക് ചെയ്ത പാർട്ടിൽ കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയുള്ള നല്ല സിമ്പിളാണ് ഫുൾ സ്ലീവ് ഒക്കെ വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്ലീവിൻ്റെ പാറ്റേണിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മളങ്ങ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം ബ്ലൗസിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഷ്ണം പീസും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് 13.5 ഇഞ്ച് നീളത്തിലും 2 മടക്കിയിട്ടേക്കുന്ന തുണിയാണ് ഇത്, പ്രത്യേകം ശ്രദ്ധിക്കണം. 13.5 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. 2 ഇഞ്ച് വീതിയിലും 2 മടക്കിയിട്ടേക്കുന്ന തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ 2 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ ടോട്ടൽ 4 ഇഞ്ച് വീതി നമുക്ക് വേണമേ. അപ്പോൾ 2 ഇഞ്ച് വീതിയിലും കണ്ടല്ലോ 2 പീസ് ഉണ്ട്, 2 മടക്കിയിട്ടേക്കുവാണ്. 2 മടക്കിയിട്ടേക്കുന്ന തുണി നമ്മൾ 2 ഇഞ്ച് വീതിയിലും 13.5 ഇഞ്ച് നീളത്തിലും ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഈ പീസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസിലാണ് നമ്മൾ കൊളുത്തിടാനായിട്ടുള്ള ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, കൊളുത്തിടാനായിട്ടുള്ളൊരു സാധനം, അത് നമ്മൾ ഇതിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണിത്. അപ്പോൾ നമ്മൾ ഈ തുണി കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മൾ ഇതിനൊരു ലൈനിങ് ക്ലോത്തും കൂടെ വേണം, കാരണം ഈ തുണിയൊന്നും അധികം കട്ടിയില്ലാത്ത തുണിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സെയിം അതുപോലെ തന്നെ ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ നമുക്ക് ഞാൻ ബാലൻസ് ഉള്ള തുണിയിൽ നിന്നൊക്കെ തന്നെ ഈ കഷ്ണം തുണികളിൽ നിന്നാണ് ഇതെല്ലാം വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതെ നമ്മൾ വേറൊരു 2 പീസ് തുണി അത് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പീസ് തുണി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന തുണിയാണ്. അതപ്പോൾ എനിക്ക് ഇത്രയും നീളത്തിലേ കിട്ടിയുള്ളൂ. വീതി നമുക്ക് 2 ഇഞ്ച് മതി, പക്ഷെ നമുക്ക് എത്രത്തോളം നീളം ആവശ്യത്തിന് നമുക്ക് വേണമല്ലോ, നമുക്ക് ആവശ്യത്തിന് എന്തോരം വേണോ ആ ഒരു ആവശ്യത്തിനുള്ള നീളത്തിലൊക്കെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഉള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഹുക്ക് ബ്ലൗസിൻ്റെ ആ ഒരു ലൂപ്പ് പിടിപ്പിക്കാനായിട്ടുണ്ടായിരുന്ന തുണിക്ക് ലൈനിങ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് അതുപോലെ തന്നെ ലൈനിങ് വെട്ടിയെടുത്തേക്കുവാണ്. പിന്നെ നമ്മൾ 2 പീസ് തുണി ഇത് നമ്മൾ ബ്ലൗസിൻ്റെ അടിഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന പീസ് തുണി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഹുക്ക് വെക്കുന്ന ഭാഗം മടക്കി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പീസ് തുണി നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. ഇനി 2 പീസ് തുണിയും കൂടി ഈ ഒരു വീതിയിൽ, അതായത് 8 ഇഞ്ച് വീതിയിലും ഒന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. 8 ഇഞ്ച് വീതിയിലും 8.5 ഇഞ്ച് നീളത്തിലും നമ്മൾ ഒരു ബോക്സ് പോലത്തെ 2 മടക്കിയിട്ടതിന് ശേഷം കേട്ടോ ഈ വീതികൾ കാണിച്ചു തന്നേക്കുന്നത്. തുറന്നു വെക്കുമ്പോൾ ഇത്രയും വീതിയുണ്ട്. ഈ ഒരു ഇതുപോലെ 2 പീസ് തുണിയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ കഴുത്തടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിൻ്റെ അറ്റാണ് ആദ്യം തന്നെ മടക്കി അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ലീവ് എടുത്ത് നമുക്ക് 2 മടക്കി വെച്ചിട്ടാണ് നമ്മൾ മടക്കി അടിക്കുന്നത്. നന്നായിട്ട് 2 നീറ്റായിട്ട് 2 മടക്കി വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇത് ഞാൻ തയ്ക്കുന്ന സമയത്ത് എൻ്റെ മെഷീന് കുറച്ച് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നോക്കി പരിഹരിക്കാനുള്ള ക്ഷമ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പിന്നീട് മെഷീൻ്റെ പ്രശ്നങ്ങളെല്ലാം നോക്കി കണ്ട് പരിഹരിച്ചിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തയ്ച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ 2 അറ്റവും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബ്ലൗസിൻ്റെ ഹുക്ക് പിടിപ്പിക്കുന്ന ആ ഒരു പീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹുക്കല്ല ആ ഒരു ലൂപ്പ്, ആ പീസ് ലൈനിങ് വെച്ച് നമ്മൾ 2 സൈഡും അടിച്ചെടുക്കുവാണേ. ലൈനിങ്ങും ആ പീസും കൂടി എടുത്ത് വെച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതേ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് അതിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലത്തെ തന്നെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എടുത്ത് വെച്ചതിന് ശേഷം ബ്ലൗസിൻ്റെ നല്ല വശം മേളിൽ വരുന്ന രീതിയിൽ കണ്ടോ. ഇത് നല്ല വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നല്ല വശം നമുക്ക് കാണത്തക്ക രീതിയിൽ നല്ല വശം വെച്ചിട്ട് നമ്മൾ കഴുത്തടിച്ചെടുക്കുവാണേ. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് തുണി തെന്നി നീങ്ങി പോകാണ്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ച് നമ്മൾ ബ്ലൗസിൻ്റെ
കഴുത്തിൻ്റെ പോർഷൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ വശങ്ങളിലും അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ നീറ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സൈഡിലും ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഇതുപോലെ ഞാൻ എല്ലാ സൈഡിലും അടിച്ചെടുക്കുവാണേ. അങ്ങനെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള 2 പീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന 2 പീസ്, ഇത് നമ്മൾ ഇതുപോലെ തന്നെ ലൈനിങ് വെച്ച് നമ്മൾ ഒന്ന് ഒരൊറ്റ പീസ് തുണി പോലെ ആക്കിയെടുക്കണേ, ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ വശങ്ങളിലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ആ വശങ്ങളിൽ പിടിപ്പിക്കുന്ന പീസ് ഉണ്ടല്ലോ, പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്ത് പിടിപ്പിക്കേണ്ട പീസ്, അത് ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ലൈനിങ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, മറ്റതും കൂടി നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഇതേപോലെ കൃത്യമായിട്ട് നോക്കി വെച്ചതിന് ശേഷം മാത്രം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട പീസെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ റൈറ്റ് സൈഡിലെ വശവും ലെഫ്റ്റ് സൈഡിലെ വശവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ പോകുന്നത് റൈറ്റ് സൈഡിലെ വശമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്യാൻ നേരമാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗം. ഇത് നമ്മൾ നന്നായിട്ട് ജോയിൻ ചെയ്തെടുത്തില്ലെങ്കിൽ ഇത് കയറി ഇറങ്ങി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കയറി ഇറങ്ങി ഇരുന്നാൽ തന്നെ നമുക്ക് പ്രശ്നങ്ങളും ടെൻഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഇഞ്ച് തുണി എക്സ്ട്രാ ഇടുമെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 2 ഇഞ്ച് തുണി ഞാൻ എക്സ്ട്രാ എപ്പോഴും ഇടുന്നത് അതുകൊണ്ടാണ്. ലാസ്റ്റ് മിനിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷനാവും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വെച്ച് ഇങ്ങനെ ഓവറായിട്ട് എക്സസ് ആയിട്ട് കയറ്റി വെച്ചൊന്നും നമ്മൾ അടിക്കാൻ പാടില്ല. അതിൻ്റെ ജസ്റ്റ് പാട്ടിൽ കൂടി തന്നെ നമ്മൾ അടിച്ചെടുക്കണം. കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം 4 ഇഞ്ച് പോലും ഇടണ്ട, അതിനും കുറച്ച് കുറവായിട്ട് നമ്മൾ വിട്ടിട്ട് കറക്റ്റ് ആ ഒരു സീമിൽ കൂടെ അടിച്ചെടുത്താൽ മതി. നമ്മുടെ ഒരു സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാൻ നേരത്തെ നല്ല വൃത്തിക്ക് അത് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അയണൊന്നും ചെയ്യുന്നില്ല, ഞാൻ എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് അയൺ ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും പിടിപ്പിച്ച് എടുക്കാം കേട്ടോ. ഈ ഒരു പ്രോസസ്സ് കുറച്ചൊന്ന് ക്ഷമയോടെ ചെയ്യണം. ഒന്ന് വെച്ച് പയ്യനെ വെച്ച് നോക്കി നിങ്ങൾ ക്ഷമയോടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് 2 വട്ടം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രിൻസസ് ലൈൻ്റെ ആ ഒരു ഭാഗമേ നല്ല നീറ്റായിട്ട് 2 വട്ടം നമുക്ക് അടിച്ച് കൊടുത്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാത്രം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതിയേ. കണ്ടോ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീസ് കഷ്ണം തുണി ഉണ്ടായിരുന്നല്ലോ, ഇതിനാണ് നമ്മൾ ആ പീസ് എടുത്ത് വെച്ചതിന് ശേഷം നല്ല വശം ആ ലൈനിങ് പീസിലോട്ട് ചേർത്തിടണം. അതായത് നല്ല വശം ആ പീസിനോട് ചേർന്ന് ആ നല്ല വശത്തിൻ്റെ ആ ഒരു മുഖം ലൈനിങ് പീസിലേക്ക് ചേർത്തിട്ടതിന് ശേഷം നമ്മൾ അടിച്ച് മറിച്ചെടുക്കുവാണ് കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ബ്ലൗസ് തയ്ച്ചെടുക്കുന്നത്. സാധാരണ എല്ലാവരും മറ്റേ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാനിത് ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുത്താലും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കാൻ കുറച്ച് പാടും കാര്യങ്ങളും ഇപ്പം ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര പാടായിരിക്കും ക്രോസ് പീസൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു കുഴപ്പമില്ല, ഭയങ്കര എളുപ്പമുള്ള മെത്തേഡാണ്. നമ്മൾ ചുരിദാറിനൊക്കെ എങ്ങനെയാണോ അടിച്ച് മറിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കഷ്ണം പീസ് വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് വൃത്തിയായിട്ട് ആ ഒരു മാർക്കിങ്ങിൽ കൂടി, അതായത് ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുകയാണ് ആ റൗണ്ട് നെക്ക്. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ആ അകത്തുള്ള എക്സ്ട്രാ പോർഷൻ ഉണ്ടല്ലോ, ആ എക്സ്ട്രാ പോർഷൻ നമ്മൾ നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം തയ്യലിൽ കൊള്ളാതെ തയ്യലിന് തൊട്ട് മുന്നേ വെച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. തയ്യലിൽ കൊള്ളാതെ വേണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. മറിച്ചെടുത്ത് ഇട്ട് അങ്ങനെ കട്ട് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം അതൊന്ന് മറിച്ചെടുത്ത് ഇട്ട് കഴിയുമ്പോൾ കണ്ടോ നല്ല നീറ്റായിട്ടായിരിക്കും നമ്മുടെ നെക്കിരിക്കണം. നോക്കിക്കേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് വെച്ച് അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നീറ്റായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണേന്ന്. അങ്ങനത്തെ അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ നേരത്തെ ആ പീസ് തുണി നമുക്ക് എത്രത്തോളം എക്സസ് ആയിട്ട് കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതേ കുറച്ചധികം എക്സസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ എക്സസ് ആയിട്ട് കിടക്കുന്ന പോർഷനെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. ആ പോർഷൻ ഞാനിപ്പോൾ കട്ട് ചെയ്ത് നീക്കുന്ന ആ ഒരു പോർഷനില്ല, അവിടെ ഞാൻ ഇതുപോലെ തന്നെ വെച്ച് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ ജസ്റ്റ് ഒരൊറ്റ മടക്കിയടി മതിയേ. ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം ആ നിൽക്കുന്ന ആ തുണി നമ്മൾ ഹെം ചെയ്താണ് വെക്കുന്നത്. നമ്മൾ തുന്നി നമ്മൾ കഴുത്ത് നീറ്റായിട്ട് എടുക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൽ ഒരടി വരുമ്പം കാണാൻ ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഈ ലൈനിങ് വെച്ച് കൊടുത്തിട്ടേ ഈ ലൈനിങ് പീസിൻ്റെ അവിടെ ഒന്ന് നമ്മൾ ഇരുത്തി അടിക്കുന്നുണ്ട്. അതായത് നെക്കിൻ്റെ ആ ഒരു നല്ല തുണിയിൽ കൊള്ളുന്നില്ല. ആ ഒരു കഷ്ണം തുണി നമ്മളിപ്പം കഴുത്തിൽ അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു പീസില്ലേ,
ആ പീസിലാണ് നമ്മൾ ഇരുത്തി അടിക്കുന്നത്. നമ്മുടെ ഒറിജിനൽ തുണിയിൽ നമ്മൾക്ക് ഈ അടി നമ്മൾ കൊള്ളിക്കത്തില്ല. അങ്ങനെ കൊള്ളിക്കാതെ നമ്മളൊന്ന് ഇരുത്തി അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെക്ക് ഫിനിഷായി. ഇനി നമ്മൾ തുന്നി വെച്ച് കഴിയുമ്പോൾ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. ബാക്ക് പോർഷൻ നമ്മൾ നേരത്തെ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുത്തതുപോലെ തന്നെ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വശം ഞാൻ മേളിൽ വരുന്ന രീതിയിൽ ഇട്ടിട്ട് നെക്കിൻ്റെ ആ ഒരു പോർഷൻ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നെക്കിൻ്റെ പോർഷൻ മാത്രമല്ല നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത്. നെക്കിൻ്റെ പോർഷൻ അടിച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ വശങ്ങളും അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വശങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു നീറ്റായിട്ട് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വശങ്ങളും ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടും ബാക്കിൻ്റെ 2 വശങ്ങളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു പോർഷനൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷൻ്റെ 2 വശങ്ങൾ നമ്മൾ ബാക്കിൽ ഹുക്ക് വെക്കുന്നത് കൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ തുണി. അപ്പോൾ നമ്മൾ ആ 2 വശങ്ങളും ഇതുപോലെ തന്നെ എല്ലാ വശങ്ങളും എല്ലാ സൈഡുകളും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വശങ്ങളും ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിച്ചെടുത്തേക്കുന്ന പോർഷനിലേക്ക് നമ്മൾ ആ ഹുക്കിൻ്റെ ലൂപ്പ് പിടിപ്പിക്കത്തില്ലേ, ഹുക്ക് കയറ്റി ഇടാനായിട്ടുള്ള ആ ഒരു സാധനം പിടിപ്പിക്കുന്നത് നമ്മളിത് ഈ ഒരു ഇടത്ത് സൈഡിലുള്ള ആ ഒരു പീസിലാണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം ആ തുണി അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തുണി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല വശം എന്നെ നോക്കിയിരിക്കുന്ന രീതിയിൽ, നല്ല വശം മേൽഭാഗത്ത് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. നല്ല വശം മേൽഭാഗത്ത് വരുന്ന രീതിയിൽ ഞാൻ 2 തുണിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ആ താഴത്തെ പോർഷനിലെ തുണിയും വെച്ച് കൊടുത്തു, നമ്മുടെ മെയിൻ ക്ലോത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ മറിച്ചെടുത്ത് കഴിയാൻ നേരത്ത് നമുക്കത് ആ ഒരു ലൂപ്പ് ഇടാനായിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, അത് ഇതുപോലെ നമ്മൾ ഈ വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ മടക്കി വെച്ച് മേൽഭാഗത്തും കൂടെ നമ്മളൊരു അടി ഇതുപോലെ തന്നെ കൊടുക്കുവാണേ. അത് മേൽഭാഗത്ത് ഇങ്ങനെ അടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് മേൽഭാഗം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് ലാസ്റ്റ് ഈ ഭാഗമൊന്നും ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹുക്കൊക്കെ ഇട്ട് കഴിയാൻ നേരം ഇങ്ങനെ വലിഞ്ഞിരിക്കുമ്പം നമ്മുടെ സ്കിന്നൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 ഇഞ്ച് നമ്മൾ അധികം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹുക്കൊക്കെ ഇപ്പോൾ ടൈറ്റായിട്ട് വലിഞ്ഞൊന്നും ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്കിന്നൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വശം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ വശത്തിൻ്റെ സൈഡും കൂടി നമുക്ക് മടക്കി അടിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു പീസ് തുണിയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ 2ആയിട്ട് മടക്കി ഇടുന്നുണ്ട്. കണ്ടോ, ഞാൻ അത്യാവശ്യം കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇടുന്നത്. 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ അരികത്തൂടി വെച്ച് ഒന്ന് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടാണ് 2ആയിട്ട് മടക്കി വെച്ച് കൊടുത്തേക്കുന്നത് ആ തുണി. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കൂടെ അടിച്ചു കൊടുത്തതിന് ശേഷം അത് നിവർത്തി ഇട്ടിട്ട് ഞാനൊന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല വശം ആണ് ഈ കാണുന്നത്. നല്ല വശത്ത് നിവർത്തി ഇട്ടതിന് ശേഷം നല്ല സൈഡിൽ കൊള്ളാത്ത, അതായത് മെയിൻ ക്ലോത്തിൽ കൊള്ളാണ്ട് നമ്മൾ ആ ലൈനിങ് പീസ് ഇപ്പോൾ അടിച്ച് മറിച്ചെടുക്കുന്നുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഇരുത്തി അടി കൊടുക്കുന്നത്. ഇരുത്തി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് മടക്കി എടുക്കുവാണേ. മടക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല നീറ്റായിട്ട് നമുക്ക് ആ സൈഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹുക്ക് വെക്കുന്ന സൈഡ് ഇങ്ങനെ നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മടക്കി അടിച്ചത് അവിടെ കറക്റ്റായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരടിയും കൂടി കൊടുക്കാം. അങ്ങനെ ആ അടി കൊടുത്തതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നീറ്റായിട്ട്. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന സൈഡായതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പീസ് തുണി എടുത്തിട്ടതിന് ശേഷം നമ്മൾ നല്ല വശം ആ പീസ് തുണിയോട് ചേർത്തിടണം. അതായത് നല്ല വശം നമ്മൾ ലൈനിങ്ങിലേക്ക് ചേർത്തിട്ട് കൊടുക്കണം. ഈ വിഷ്വലിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നല്ല വശം നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് മറിച്ചിട്ട് കൊടുത്തേക്കാണ് കേട്ടോ തുണി. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ട് നമ്മൾ സൈഡിൽ കൂടി അടി കൊടുക്കണം. അടി കൊടുത്തതിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റുവാണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ഒരു എക്സ്ട്രാ പോർഷൻ ഞാൻ ഫ്രണ്ടിലേക്ക് കുറച്ച് കയറ്റി ഇട്ടേക്കുന്നത് കണ്ടില്ലേ, അതായത് ആ ഹുക്കിൻ്റെ ലൂപ്പ് പിടിപ്പിക്കുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ലൈനിങ് തുണി, ആ കഷ്ണം തുണി കുറച്ച് കയറി നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. നിങ്ങളും അതുപോലെ തന്നെ കയറ്റി ഇടണം കേട്ടോ കുറച്ച് തുണി. ഇല്ലെങ്കിൽ നിങ്ങൾ ഹെം ചെയ്ത് വെക്കുന്ന ആ സമയത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അധികം തുണി
ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടേക്കുന്നത്. ഇപ്പോൾ ഫുഡ് റെസ്റ്റ് ഇരിക്കുന്ന തുണിയുടെ കാര്യമാട്ടോ പറയുന്നത്. ഇപ്പോൾ ഫുഡ് റെസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്തെ കഷ്ണം തുണി നമ്മൾ കുറച്ച് കയറ്റിയിടണം. ഇനി നമ്മൾ അടിച്ച് മറിച്ചെടുത്ത തുണി ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ അത് നീറ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിനി ഇരുത്തി ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അത് നമ്മൾ മെയിൻ ക്ലോത്തിൽ കൊള്ളാതെയാണ് ഇരുത്തി അടിച്ചു കൊടുക്കുന്നത്. ഇത് തുറന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ കഷ്ണം തുണി വെച്ച് കൊടുത്താണല്ലോ കഴുത്തടിച്ച് മറിച്ചെടുത്തത്. ആ തുണി നമ്മൾ നിവർത്തിയിട്ട് കഴിഞ്ഞിട്ട് മെയിൻ ക്ലോത്തിൽ കൊള്ളാതെ, നിങ്ങൾ വിഷ്വലും കൂടെ നോക്കി വേണം അത് ചെയ്യാനായിട്ട്. മെയിൻ ക്ലോത്തിൽ കൊള്ളാതെ ഒന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡർ ജോയിൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ നമ്മൾ എടുത്തിട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ട് പോർഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷൻ നമ്മളിത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, നെക്കിൻ്റെ പോർഷൻ നമ്മൾ അടിച്ചെടുത്ത ആ ഒരു തുണി, ആ ഒരു കഷ്ണം തുണി, അത് ഈ കൊള്ളാണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതങ്ങ് നിവർത്തി ഇട്ട് കൊടുത്തേക്കുവാണേ. അതങ്ങ് നിവർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ആ പീസിൽ അടി കൊള്ളാതെ നമ്മൾ ബാക്കിയുള്ള 3 പീസ്, അതായത് ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ് പീസും എല്ലാം കൂടി ചേർത്ത് വെച്ചതും ബാക്ക് പോർഷൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ലൈനിങ് ചേർത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ നെക്ക് അടിച്ച് മറിച്ച് ആ ഒരു പോർഷൻ മാത്രം വിട്ടെടുത്തേക്കുവാണ്. അത് ചേർക്കാതെ നമ്മൾ കണ്ടല്ലോ, അത് ചേർക്കാതെ നമ്മൾ അടിച്ചെടുക്കുവാണ്. അത് നമ്മൾ എന്നിട്ട് എല്ലാ തുണിയും കൂടി കവർ ചെയ്ത് ഫ്രണ്ട് പോർഷനെ കവർ ചെയ്ത് അങ്ങ് വെക്കുവാണ്. അതായത് ഫ്രണ്ട് പോർഷനെ കവർ ചെയ്ത് ഇതുപോലെ പൊതിഞ്ഞെടുക്കുവാണ്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നിയെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും. അങ്ങനെ നമ്മൾ പൊതിഞ്ഞെടുത്ത് ഒരടിയും കൂടെ കൊടുക്കണം. ആ ഒരടിയും കൂടെ കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ കിട്ടുന്നത്. കണ്ടോ, നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബാക്ക് പോർഷൻ നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ഇതുപോലെ കിട്ടും. അതായത് ആ തയ്യൽ തുമ്പിൻ്റെ വശം നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു സൈഡിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് പിടിപ്പിക്കാൻ പോവാണ്. സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സ്ലീവിൻ്റെ നല്ല വശവും കൂടി ചേർത്തിടണം. അതായത് മുഖാമുഖം നല്ല വശം നമ്മൾ ചേർത്തിട്ടതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മളൊരു 1/2 ഇഞ്ച് കയറ്റി വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെട്ടി കൊടുക്കുന്ന പോർഷൻ വേണം നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ, അതായത് പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്തേക്കുന്ന ആ ഒരു വശത്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ സെൻറ്റർ കറക്റ്റായിട്ട് എടുത്ത് നോക്കിയതിന് ശേഷം ഷോൾഡറിൽ വെച്ച് കൊടുത്ത് നമ്മൾ ആം ഹോൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്റർ പോർഷനിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കറക്റ്റായിട്ട് നമ്മുടെ തുണി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം എപ്പോഴും സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ വശങ്ങളിലേക്ക് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുവാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് സ്ലീവ് നമുക്ക് ഇതുപോലെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 2 തവണയായിട്ട് ഇത് അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ സ്ലീവൊക്കെ ജോയിൻ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് പിഞ്ചലോ കീറലോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിലെ തയ്യൽ വിട്ടു പോകാനോ ഒക്കെ ചാൻസ് വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് 2 തവണ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഞാൻ ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. 2 ഭാഗത്തും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 തവണയായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ വിഷ്വലി കാണുന്നത്. അപ്പോൾ നമുക്ക് 2 തവണ ഇതേപോലെ നല്ല നീറ്റായിട്ട് വെച്ച് അടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആം ഹോളിൻ്റെ സൈഡിലേക്ക് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. നമ്മുടെ ലോങ് ഫുൾ സ്ലീവാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മുടെ 2 സ്ലീവ് ഉണ്ടല്ലോ, നമ്മുടെ 2 സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്ലീവാണ് ഇപ്പം പിടിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല സ്ലോ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പോർഷൻ പോലും വിട്ടു പോകാണ്ട് സ്ലോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 അടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ രണ്ടാമത്തെ അടി കൂടെ കൊടുക്കുകയാണ് കേട്ടോ രണ്ടാമത്തെ സ്ലീവിന്. അങ്ങനെ നമ്മൾ 2 സ്ലീവും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്ലീവ് 2ഉം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കണം. ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ബ്ലൗസ് 2ആയിട്ട് മടക്കി നീറ്റായിട്ട് നമ്മൾ ടേബിളിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ഏരിയയിൽ 7.5 ഇഞ്ചാണ് കേട്ടോ താഴത്തെ പോർഷനിലെ വീതി വരുന്നത്. മേളിൽ നമുക്കൊരു 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് ആ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തേക്കുന്ന പോർഷനാണ് ഇങ്ങനെ കവിഞ്ഞ് കിടക്കുന്നത്. ശരിക്കും അത് കണ്ടല്ലോ, ഞാൻ പൊക്കി കാണിക്കുന്നുണ്ട്. ശരിക്കും അത് 8 ഇഞ്ചേ ഉള്ളൂ കേട്ടോ. കണ്ടല്ലോ, ആ എക്സ്ട്രാ നിൽക്കുന്ന പോർഷനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് ചെസ്റ്റും 7.5 ഇഞ്ച്
താഴത്തെ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പേൾപ്പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്ന ഷേപ്പൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് ഞാൻ പേൾപ്പിന്ന് വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് വശങ്ങളുമുള്ള മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ലീവും കൂടി ഒന്ന് അളന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അതെല്ലാം സ്ലീവിന്റെ അളവും എല്ലാം ചെസ്റ്റിന്റെ അളവും എല്ലാം നിങ്ങളുടെ ഷേപ്പിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റ് അളവ്, നിങ്ങളുടെ വേസ്റ്റ് അളവ് എത്രയാണോ, പിന്നെ നിങ്ങളുടെ സ്ലീവിന്റെ വീതിയൊക്കെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ടോട്ടൽ ലെങ്ത് നമുക്ക് വേണ്ടത് 13.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി 14 ഇഞ്ച് നമ്മൾ കൃത്യം എടുക്കുന്നുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ, എക്സ്ട്രാ വരുന്ന പോർഷൻ എല്ലാം. പിന്നെ നമ്മൾ ഈ സൈഡിൽ നമ്മൾ എക്സ്ട്രാ ഒരു 1 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, അത് സ്ലാൻഡിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് 14 ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമുക്കത് ഈ ഒരു പോർഷനിൽ 13 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഞാൻ നേരത്തെ 1/2 ഇഞ്ച് എന്നാണ് പറഞ്ഞാൽ 1 ഇഞ്ച് ഡിഫറൻസ് നമ്മൾ വരുത്തിയിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ബ്ലൗസ് നമ്മുടെ രണ്ട് വശങ്ങളിലേക്കും തൂങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് ഡിഫറൻസ് വരുത്തണം രണ്ട് വശങ്ങളിലും. അങ്ങനെ നമ്മൾ വളച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിത് ഏറ്റവും താഴത്തെ ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടില്ല, അതായത് എഡ്ജ് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി നമ്മൾ വെച്ച് അടിച്ച് മറിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ തുണി നമ്മൾ മടക്കി അടിച്ചെടുക്കുകയാണ് കേട്ടോ. ആ മടക്കി അടിച്ച തുണി നമ്മൾ ഏറ്റവും താഴത്തെ സൈഡിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്ത് ഒരു അടി കൊടുക്കുകയാണ്. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വിഷ്വലിൽ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ പേൾപ്പിന് കുത്തിവെച്ചേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടെ നമ്മളിങ്ങനെ ഇതേപോലെ ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വളച്ചെടുക്കാൻ നേരത്ത് അവിടെ ഒരു ഭംഗി ഉണ്ടാവില്ല, നീറ്റായിട്ട് നിങ്ങൾക്ക് മടക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിത് നേരെ ഇട്ടതിന് ശേഷം ഒരു ഇരുത്തിയടി കൊടുക്കുന്നുണ്ട്. മെയിൻ ക്ലോത്തിൽ കൊള്ളാതെ ആ ഒരു വെച്ചടിക്കുന്ന പീസിൽ മാത്രം കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇരുത്തിയടി കൊടുക്കുന്നത് കേട്ടോ, ഈ വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന എല്ലാ പീസ് കഷ്ണം തുണിയുടെ അറ്റത്ത് നമ്മൾ ഇതേപോലെ നീറ്റായിട്ട് മടക്കി അടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുവാണ് കേട്ടോ. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എഡ്ജ് ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ സൈഡും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വരച്ചു കൊടുത്തിരിക്കുന്ന ഷേപ്പിൽ കൂടി നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലാണ് നമ്മൾ ബ്ലൗസ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഹെം ചെയ്ത് വെക്കേണ്ട ആ ഒരു പോർഷൻ നമ്മൾ മടക്കി വെച്ച് അകത്തേക്ക് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. രണ്ട് വശങ്ങളും നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുവാണ്. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് പിന്നെ നമുക്ക് കൊളുത്തും കൂടെ വെക്കണം. കൊളുത്തും ആ ഒരു ലൂപ്പും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസ് ഫിനിഷ് ആകും. നമ്മുടെ ഫിനിഷായ ബ്ലൗസ് ഇതാണ്. കപ്പൊന്നും വെക്കാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തളുക്കോ പുളുക്കോ എന്ന് കിടക്കണ പോലെ ഫീൽ ചെയ്യുന്നത്. ആൾ ഇട്ട് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ഫിറ്റിൽ ഇതുണ്ടാവും. ആ ഒരു എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷനൊക്കെ ബസ്റ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫുൾ സ്ലീവ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ഞാൻ പിന്നെ അയൺ ചെയ്തിട്ടില്ല കേട്ടോ. അയൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണ് നമ്മൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിൻസസ് ലൈനൊക്കെ ഇതുപോലാണ് വന്നേക്കുന്നത് ഫുൾ സ്ലീവ് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ബൈ.